ഇനി കർണാടകയിലെ ധർമ്മസ്ഥലയിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഈ ധർമ്മസ്ഥല ഇപ്പോൾ കുപ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ 100 പേരിലധികം ആളുകളെ, പെൺകുട്ടികളെ ബലാത്കാരം ചെയ്ത്, കുട്ടികളെയും സ്ത്രീകളെ ഉൾപ്പെടെ ബലാത്കാരം ചെയ്ത് കുഴിച്ചു മൂടിയെന്ന് ഒരു ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതോടെയാണ് ധർമ്മസ്ഥല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. നമ്മുടെ വാർത്താ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ വാർത്താ സംഘം അവിടെ തുടരുകയാണ്. ഈ വാർത്താ സംഘം ധർമ്മസ്ഥലയിലെ നിഗൂഢതയിലേക്ക് വെളിച്ചം വീശുന്ന ഒരു അന്വേഷണ പരമ്പര തുടരുന്നു. നൂറുകണക്കിന് അസ്ഥികൂടങ്ങൾ മണ്ണിനടിയിലുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ രാജ്യം ഞെട്ടലോടെ കേട്ട ഒരു പേരാണ് കർണാടകയിലെ ധർമ്മസ്ഥല. ഏറെ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന വനങ്ങളാലും നദിയാലും ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലം. ഇന്ത്യയുടെ ഭാഗം തന്നെയാണോ ഇതെന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളും ഞെട്ടിക്കുന്ന ആരോപണങ്ങളുമാണ് ധർമ്മസ്ഥലയിൽ നിന്ന് ഇന്ന് നാം കേൾക്കുന്നത്. എന്താണ്, എങ്ങനെയാണ് ധർമ്മസ്ഥല? 24 എക്സ്ക്ലൂസീവ്. ഒരു ക്ഷേത്രത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഗ്രാമം, നാനാദിക്കുകളിൽ നിന്നും ദിനേനെ ഭക്തരെത്തുന്ന പുണ്യസ്ഥലം. ഒരാഴ്ച മുൻപ് വരെ ധർമ്മസ്ഥലയെക്കുറിച്ച് കേട്ടതും വായിച്ചതുമൊക്കെ ഇങ്ങനെയാണ്. പക്ഷേ ഒരു ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലൂടെ ധർമ്മസ്ഥലയാകെ കലങ്ങി മറിയുകയാണ്. എന്താണ് ധർമ്മസ്ഥല? എങ്ങനെയാണ് ധർമ്മസ്ഥല? 800 വർഷം പഴക്കമുള്ള പ്രൗഢി നിറഞ്ഞ മഞ്ജുനാഥസ്വാമി ക്ഷേത്രം. ധർമ്മസ്ഥല എന്ന പേര് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ ക്ഷേത്രത്തെപ്പറ്റിയാണ്. പക്ഷേ അതിനപ്പുറം പല വിധേയപ്പെടുത്തലിന്റെ, അടിച്ചമർത്തലിന്റെ, ഭീഷണിയുടെ, ക്രൂര കൊലപാതകങ്ങളുടെ കഥയും ധർമ്മസ്ഥലയ്ക്ക് പറയാനുണ്ട്. ജൈനമതസ്ഥരായ ഒരു കുടുംബത്തിന്റെ അധീനതയിലാണ് പണ്ട് മുതലേ ക്ഷേത്രമുള്ളത്. പ്രദേശവാസികളിൽ ഭൂരിഭാഗവും ഈ വിഭാഗത്തിൽപ്പെട്ട കടുത്ത വിശ്വാസികൾ. ധർമ്മസ്ഥലയിലെ സിംഹഭാഗം ഭൂമിയും ഈ കുടുംബത്തിന്റെ പക്കൽ തന്നെ. കോളേജുകളും സ്കൂളുകളും ആശുപത്രികളും തുടങ്ങി എല്ലാം പണ്ടേ സ്ഥാപിച്ച് സർവ്വമേഖലയും കുത്തകയാക്കിയവർ. ഒപ്പം രാഷ്ട്രീയ അധികാരവും. വിശ്വാസവും ജന്മിത്വവും അധികാരവും ഒക്കെ ചേർന്ന ഫോർമുല ഉപയോഗിച്ച് ധർമ്മസ്ഥലയെ തങ്ങൾക്ക് വേണ്ട രൂപത്തിൽ ഇക്കൂട്ടർ മാറ്റി. മംഗലാപുരത്ത് നിന്ന് 74 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉജൈറിലെത്തും. ഉജൈറാണ് ധർമ്മസ്ഥലയിലേക്കുള്ള കവാടം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നിഗൂഢതകളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള വാതിൽ ദേ ഇതാണ്. ഈ വാതിലിനിപ്പുറം വരെ ഒരു നിയമവും ഇതിനപ്പുറത്തേക്ക് അലിഖിതമായ മറ്റൊരു നിയമവുമാണ് വാഴുന്നത്. ചുരുക്കി പറഞ്ഞാൽ ധർമ്മസ്ഥലയിൽ എന്ത് നടന്നാലും ഈ കൂട്ടർക്കറിയാം. അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ധർമ്മസ്ഥലയിലേക്ക് ഒരാൾ കടന്നാൽ ഈ വിഭാഗത്തിന് കൃത്യമായി വിവരം നൽകാൻ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ട്. ചെറുകിട കച്ചവടക്കാർ, ലോഡ്ജ് ഉടമകൾ, ഓട്ടോറിക്ഷ, ടാക്സി തൊഴിലാളികൾ തുടങ്ങി ആ സംഘം വളരെ വലുതാണ്. ഡി കമ്പനി എന്ന് ഇവരെ വിളിക്കാം. തങ്ങൾക്ക് താല്പര്യമില്ലാത്തതൊന്നും ധർമ്മസ്ഥലയിൽ അനുവദിക്കില്ലായിരുന്നു ഈ സംഘം. ക്ഷേത്രത്തിന് സമീപം ടാക്സിയും ഓട്ടോറിക്ഷകളും പാർക്ക് ചെയ്യാൻ ഡി സ്റ്റിക്കർ പതിച്ചവർക്ക് മാത്രമാണ് ഈ പ്രബല വിഭാഗം ഇന്നും അനുമതി നൽകിയിട്ടുള്ളത്. ഇവരിലെല്ലാവരും മാസത്തിലൊരിക്കൽ രാത്രി ക്ഷേത്രത്തിന് കാവലായി നിൽക്കണം. ರಾತ್ರಿയിൽ ಸಂಭವಿക്കുന്നതെന്തും ಇವರು അറിഞ്ഞിരിക്കണമെന്ന് ತಿಟ್ಟೂರಂ. ಸಾವಿರಾರು, ಅದು ಎಷ್ಟು ಸಾವಿರ ಇದೆ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಬರಲಿಕ್ಕಿಲ್ಲ. ಆದರೆ ಯಾವುದೇ ಕೇಸ್, ಯಾವುದೇ ಸರ್ಕಾರ ಬರಲಿ, ಯಾವುದೇ ಗೌರ್ಮೆಂಟ್ ಬರಲಿ, ಯಾವುದೇ ಪೊಲೀಸ್ ಆಫೀಸರ್ ಬರಲಿ, ಯಾವುದೇ ಕಾನೂನು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಲಾಗೂ ಆಗುವುದಿಲ್ಲ. ರಿಪಬ್ಲಿಕ್ ಆಫ್ ಧರ್ಮಸ್ಥಳ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി കയ്യിലെടുക്കാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ലൈംഗിക താൽപര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, രാഷ്ട്രീയ മേൽക്കൈ നഷ്ടപ്പെടാതിരിക്കാൻ, അങ്ങനെ പലതിനുമായി ഈ കുടുംബവും അവരുടെ കൂട്ടരും നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയെന്നാണ് ആരോപണം. അവയിൽ ഓരോന്നും ഞങ്ങൾ തുറന്നു കാട്ടും. ഈ സംഭവങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് മുൻ ശുചീകരണ തൊഴിലാളി നടത്തിയിരിക്കുന്നത്. 6 പതിറ്റാണ്ടായി നിലനിന്നിരുന്ന വ്യവസ്ഥകൾക്കും വിധേയപ്പെടലിനുമൊക്കെ ഒരു മയം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പട്ടാപ്പകലെങ്കിലും ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോഴും ഭീതിയിൽ കഴിയുന്ന അനേകായിരം പേർ ഇവിടെയുണ്ട്. അതിനൊക്കെ തക്കതായ കാരണങ്ങളുമുണ്ട്.
ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം ധർമ്മസ്ഥലയിൽ നിന്നും മുഹമ്മദ് റഹീസ്, 24. കർണാടകത്തിലെ ധർമ്മസ്ഥലയിൽ നിന്നുള്ള വിവരങ്ങളാണ് കണ്ടത്. സ്പന്ദിക്കുന്ന അസ്ഥിമാടങ്ങൾ അന്വേഷണ പരമ്പര നാളെയും തുടരും.